Okay, 10th problem. A member ABCD is subjected to point loads P1, P2, P3 and P4 as shown in figure. Calculate the force P2 necessary for equilibrium if P1 equal to 45 kilonewton, P3 equal to 450 kilonewton and P4 equal to 130 kilonewton. Determine the total elongation of the bar member assuming the modulus of elasticity to be 2.1 into 10 raised to 5 Newton per mm square. നമുക്കിവിടെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ളതെല്ലാം ക്രോസ് സെക്ഷണൽ ഏരിയാസ് ആണ്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് നമുക്ക് എഴുതാം. A1 ഫസ്റ്റ് പാർട്ട് എ ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് എ ബി സി ഡി. പാർട്ട് എ ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1 ഈക്വൽ ടു 625 mm സ്ക്വയർ, L1 എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1200 mm. Then part BC, A2 equal to 2500 mm square, L2 equal to 60 centimeter, that is equal to 600 mm. Then part BCD, A3 equal to 1250 mm square, L3 equal to 90 centimeter, that is equal to 900 mm. Then given data ഏതൊക്കെയാണ്? given data എന്ന് പറയുന്നത് P1 തന്നിട്ടുണ്ട്. P1 equal to 45 kilonewton, P3 equal to 450 kilonewton and P4 equal to 130 kilonewton. Then ഇനി given data നമുക്ക് തന്നിട്ടുള്ളത് E, modulus of elasticity E equal to 2.1 into 10 raised to 5 Newton per mm square. ഇത്രയാണ് നമുക്ക് given datas നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിളാണ് P1, P2, P3, P4. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഫോഴ്സ് P2 കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ എലോങ് ബാക്ക്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? P1 ഈ ഡയറക്ഷനിലാണ്, ദെൻ P1 പ്ലസ് P3 എലോങ് ഈ ഡയറക്ഷനിൽ, ദെൻ ഫോർവേഡ് ഡയറക്ഷനിൽ വരുമ്പോൾ എങ്ങനെയാണ്? എലോങ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ P1 ആൻഡ് P3യും എലോങ് ഫോർവേഡ് ഡയറക്ഷനിൽ P2 ആൻഡ് P4. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇക്വിലിബ്രിയം. ഫോർ ഇക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? P1 പ്ലസ് P3 ഈക്വൽ ടു P2 പ്ലസ് P4. അത് ഡയറക്ഷൻ നോക്കിയിട്ട് ഇവിടുത്തെ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഇത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഉള്ള ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ P1ഉം P3യും മാത്രമേ ഉള്ളൂ. ഫോർവേഡ് ഡയറക്ഷനിൽ P2ഉം P4ഉം ഉണ്ട്. ദെൻ P1 പ്ലസ് P3 ഈക്വൽ ടു P2 പ്ലസ് P4. ദെൻ ഇതിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ P1യും P2ഉം P1, P3, P4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P2 നമുക്ക് കിട്ടും. P2 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 365 kilonewton ആയിട്ട് കിട്ടും. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യുക മീൻസ് സെപ്പറേറ്റ് പാർട്ടായിട്ട് നമുക്കിതിനെ കൊണ്ടുവരണം. ദെൻ ഫസ്റ്റ് എ ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് P1 എന്ന് പറയുന്നത് എത്രയാണ്? 45 kilonewton ആണ്. 45 kilonewton ആണ്. ദാറ്റ് ഈസ് ടെൻസൈൽ ലോഡാണ്. ദെൻ
എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ പൊസിഷൻ ആണെങ്കിൽ ഇത് 45 ആണെങ്കിൽ ഇവിടെയും 45 ആയിരിക്കും, 45 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമ്മളിവിടെ P1 ഒന്നും നോക്കണ്ട, ഇവിടെ 45 ആണെങ്കിൽ ഇത് P45. ദെൻ BC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BC എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഈ പോയിന്റിൽ എന്താണ് P2 ആണുള്ളത് അല്ലേ. P2 എന്ന് പറയുന്നത് 365 ആണ്. അപ്പോൾ 365 ഇവിടെ 365 ഉണ്ട്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ്, ഒരേ ലൈനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ലൈനിൽ ഇക്വിലിബ്രിയം ആകുമ്പോൾ എന്താണ് അവിടുത്തെ സമ്മ് ഈക്വൽ ആവണമെന്ന് പറയുന്നുണ്ട് അല്ലേ. ദെൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നമ്മൾ BC നമ്മൾ കൊടുക്കുമ്പോൾ. ദെൻ ഈ പോയിന്റിൽ നമുക്ക് 365 ഈ ഡയറക്ഷനിൽ 365 ഉണ്ടാവണം. അപ്പോൾ ഓൾറെഡി ഇവിടെ 45 ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ റിമൈനിങ് വരുന്നത് എത്രയാണ്? റിമൈനിങ് വരുന്നത് BC എടുക്കുന്ന സമയത്ത് റിമൈനിങ് വരുന്നത് ഈ ഡയറക്ഷനിൽ റിമൈനിങ് വരുന്നത് എത്രയാണ്? 365 മൈനസ് 45, ദാറ്റ് ഈസ് 320 കിലോ ന്യൂട്ടൺ. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 320 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ദെൻ അടുത്ത പോയിന്റ് CD നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CD നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ P4 എത്രയാണ്? P4 130 ആണ്. അത് ഈ ഡയറക്ഷനിൽ 130 ഉണ്ട്. ദെൻ എന്തായാലും എന്താണ് 320 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് P3 എത്രയാണ്? P3 എന്ന് പറഞ്ഞാൽ 450 ആണ്. ഇവിടെ എന്തായാലും 450 മൈനസ് 320 എത്രയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും 130. അത് ഈ ഇക്വിലിബ്രിയം ആകുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആകുമ്പോൾ ഈ ലാസ്റ്റ് ഉള്ളത് എന്തായാലും ഇങ്ങനെ തന്നെ ഈ ഈക്വൽ ആയിട്ട് വരും. ഇത് 130 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ബോഡിയും ഇൻഡിവിജ്വൽ ബോഡി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തു. ദെൻ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ഡിറ്റർമിൻ ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദി മെമ്പർ. ദെൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഓരോ ബോഡിയുടെയും ഇലോങ്ങേഷൻ എന്താണ്? ഡെൽറ്റ L ഈക്വൽ ടു ഡെൽറ്റ L1. ആദ്യത്തെ നോക്കാം. ഡെൽറ്റ L1 ഈക്വൽ ടു P1 L1 ഡിവൈഡഡ് ബൈ A1 E. ഇവിടെ കോമൺ ആയതുകൊണ്ട് ഈ അങ്ങനെ തന്നെ ഇട്ടു, ബാക്കിയെല്ലാം ഡിഫറൻ്റ് ആണ്. ദെൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ L1 കിട്ടും. അതായത് AB-യുടെ ഇതെന്ന് പറയുന്നത് AB-യുടെ ഡെൽറ്റ L1. ദെൻ ഡെൽറ്റ L2 ഈക്വൽ ടു P2 L2 ഡിവൈഡഡ് ബൈ A2 E. ബോഡി BC ആണത്. ബോഡി BC-യുടെ P2 L2 A2 E2. അതായത് P2 എന്ന് പറയുന്നത് 320, L2 എന്ന് പറയുന്നത് 600 mm ആയിരിക്കും, A2 എന്ന് പറയുന്നത് 2500, E എന്ന് പറയുന്നത് 2.1 × 10⁵. ദെൻ അത് കൊടുത്തു. ഡെൽറ്റ L3 ഈക്വൽ ടു P3 L3 ഡിവൈഡഡ് ബൈ A3 E. മൂന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ടെൻസൈലാണ് അല്ലേ. ഇവിടെ ഡെൽറ്റ L എന്ന് പറയുന്നത് ടെൻസൈലാണ്. അപ്പോൾ ഡെൽറ്റ L തന്നെയാണ്. ഇവിടെ ബോഡി BC-യിൽ എന്താണ്? ഇത് ടെൻസൈൽ ആയതുകൊണ്ട് ഇത് പ്ലസ് സൈൻ തന്നെയായിരിക്കും. പ്ലസ് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ. ദെൻ അടുത്തത് എന്തായിരിക്കും? BC-യിൽ വരുന്നത് കംപ്രസീവ് ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ. കംപ്രസീവ് ഫോഴ്സ് വരുമ്പോൾ എന്തായിരിക്കും? മൈനസ് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ L എത്രയാണെന്നുണ്ടെങ്കിൽ മൈനസ്. ദെൻ ഡെൽറ്റ L3 എന്ന് പറയുമ്പോൾ ഇവിടെ അഗെയിൻ ടെൻസൈൽ ഫോഴ്സാണ്. ദെൻ ടെൻസൈൽ ഫോഴ്സ് ആകുമ്പോൾ CD-യിൽ ടെൻസൈൽ ഫോഴ്സാണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് വരും. നമുക്ക് ഈ മൂന്നും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇലോങ്ങേഷൻ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു ഡെൽറ്റ L1 മൈനസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3. ഇതായിരിക്കും നമ്മളുടെ ടോട്ടൽ ഇലോങ്ങേഷൻ. ഇത് ചെയ്ത് നോക്കുക, വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം.